Module 2, Demand and Supply Analysis. What is demand? Demand for a commodity refers to the quantity of the commodity that people are willing to purchase at a specific price per unit of time. Other factors being constant. Demand includes the desire to buy the commodity, accompanied by the willingness to buy it and sufficient purchasing power to purchase. For instance, everyone might have willingness to buy Mercedes S-Class, but only a few have the ability to pay for it. Thus, everyone cannot be said to have a demand for the car Mercedes S-Class. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് എന്താണ് ഡിമാൻഡ് എന്നുള്ളതാണ്. ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത വിലയ്ക്ക് ആളുകൾ വാങ്ങാൻ തയ്യാറാകുന്ന ഒരു വസ്തുവിന്റെ ക്വാണ്ടിറ്റിയാണ് അതിന് ഡിമാൻഡ് എന്ന് പറയുക. ഡിമാൻഡിൽ നാം പറയുമ്പോൾ, ഡിമാൻഡിനെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. ഒന്ന്, ഡിസയർ ഉണ്ടാവണം. രണ്ട്, വില്ലിങ്നെസ് ഉണ്ടാകണം. മൂന്ന്, പർച്ചേസിങ് പവർ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഡിമാൻഡ് ഉണ്ടാവൂ. അപ്പൊ അതായത് ഡിസയർ പ്ലസ് വില്ലിങ്നെസ് പ്ലസ് പർച്ചേസിങ് പവർ ഈസ് ഈക്വൽ ടു ഡിമാൻഡ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു മെർസിഡസ് എസ് ക്ലാസ് വാങ്ങണമെന്ന് എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷെ എല്ലാവർക്കും അത് സാധിക്കില്ല. കാരണം എല്ലാവർക്കും അത് പേ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എല്ലാവർക്കും അതിന് ഡിമാൻഡ് എന്ന് പറയാൻ കഴിയില്ല. വാങ്ങുന്നത് ആരാണോ അവർക്ക് മാത്രമേ അത് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കൂ. So demand may arise from individuals, households and markets. When goods are demanded by individuals, it is called as individual demand. Goods are demanded by household constitutes household demand. Demand for a commodity by all individual or households in the market in total constitutes market demand. For demand നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തിരിക്കാം. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നും ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്നും മാർക്കറ്റ് ഡിമാൻഡ് നമുക്ക് തരംതിരിക്കാം. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വ്യക്തി വാങ്ങുന്ന സാധനത്തിന്റെ അളവിനെ കുറിച്ചാണ് പറയുക. മറിച്ച് ഹൗസ് ഹോൾഡാണ് ഡിമാൻഡ് ചെയ്തെങ്കിൽ അത് ഹൗസ് ഹോൾഡ് ഡിമാൻഡായി. എല്ലാ ഹൗസ് ഹോൾഡ്സും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളാലും ഒരു മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നതിനെ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് വിളിക്കാം. നമുക്ക് ഈ ഓരോന്നും വളരെ വ്യക്തമായി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാം. Demand schedule. Demand schedule is a tabular statement showing various quantities of a commodity being demanded at various levels of price during a given period of time. ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത വിലയ്ക്ക് വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ വാങ്ങപ്പെടുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ഷെഡ്യൂളിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അവിടെ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും. ഒരു പട്ടികയാണ് നമുക്കറിയാം. രണ്ട് കോളംസ് ഉണ്ടാകും. ഒരിടത്ത് പ്രൈസും മറ്റൊരിടത്ത് ഡിമാൻഡുമായിരിക്കും അത് കാണിക്കുക. So it shows the relationship between price of the commodity and its quantity demanded. There are two types of demand schedules, namely individual demand schedule and market demand schedule. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് പ്രൈസും അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്ന തമ്മിലുള്ള ബന്ധമാണ്. രണ്ടു തരത്തിലുള്ള ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ട്. അത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും ഉണ്ട്. എന്താണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ? ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ റെഫേഴ്സ് ടു എ ടാബുലർ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി that a consumer is willing to buy at various levels of price during a given period of time. ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത വിലയ്ക്ക്
ഒരു കൺസ്യൂമർ വാങ്ങാൻ തയ്യാറാവുന്ന ഒരു സാധനത്തിന്റെ വ്യത്യസ്ത ക്വാണ്ടിറ്റികളെയാണ് ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൽ നാം കാണിക്കുന്നത്. സ്വാഭാവികമായും അതിന് 2 കോളംസ് ഉണ്ട്. ഒരു കോളത്തിൽ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി കാണിക്കും, മറ്റൊരു കോളത്തിൽ ക്വാണ്ടിറ്റി പർച്ചേസസ് കാണിക്കും. നമ്മുടെ ടേബിളിലേക്ക് വന്നാൽ 5 രൂപ വിലയുള്ളപ്പോൾ കമ്മോഡിറ്റി എയുടെ 20 യൂണിറ്റ് വാങ്ങുന്നു, 4 രൂപ വിലയുള്ളപ്പോൾ 25 യൂണിറ്റ് വാങ്ങുന്നു, അങ്ങനെ 7 രൂപ വിലയുള്ളപ്പോൾ 10 യൂണിറ്റിലേക്ക് കുറയുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? വില കുറയുമ്പോൾ വാങ്ങുന്ന അളവ് കൂടുകയും വില കൂടുമ്പോൾ വാങ്ങുന്ന അളവ് കുറയുകയും ചെയ്യുന്നു. നമുക്കതിനെ ഒരു ഡിമാൻഡ് കർവിലൂടെ കാണിക്കാം. ഇവിടെ ഡിമാൻഡ് കർവ് കൊടുത്തിട്ടുണ്ട്. DD എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. പ്രൈസ് OP ആയിരിക്കുമ്പോൾ വാങ്ങുന്ന അളവ് OM ആണ്. പ്രൈസ് OP യിൽ നിന്നും OP1 ആയി വർദ്ധിക്കുമ്പോൾ വാങ്ങുന്ന അളവ് OM ൽ നിന്നും OM1 ആയി കുറയുന്നു. Then market demand schedule-ലേക്ക് വരാം. Market demand schedule refers to a tabular statement showing various quantities of a commodity that all the consumers are willing to buy at various levels of price during a given period of time. It is obtained by summing up all the individual demand schedule in a market. Market demand schedule എന്ന് പറയുന്നത് അതിലൊരു ടേബിൾ ആണ്. അതും കാണിക്കുക. ഒരു പ്രത്യേക സമയത്ത് ഒരു സാധനത്തിന്റെ വ്യത്യസ്ത വിലയിൽ അതിന് വാങ്ങപ്പെടുന്ന ക്വാണ്ടിറ്റിയാണ്. അത് മാർക്കറ്റിൽ എല്ലാവരിലും കൂടി വാങ്ങപ്പെടുന്ന ക്വാണ്ടിറ്റിയാണ്. അതായത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിനെ ടോട്ടൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ വേണ്ടി നോക്കാം. എന്താണ്? പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി കൊടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി പർച്ചേസ് കൊടുത്തിട്ടുണ്ട്. 10 രൂപ വിലയുള്ളപ്പോൾ വാങ്ങുന്ന യൂണിറ്റ് 10,000 യൂണിറ്റ്, 9 ആയി 12 ആയി 8 14 ആയി 7 16 16,000 ആയി. ഓക്കെ. അപ്പൊ വില കുറയുമ്പോൾ വാങ്ങുന്ന അളവ് കൂടുന്നു, വില കൂടുമ്പോൾ വാങ്ങുന്ന അളവ് കുറയും. ഇത് വീണ്ടും അതിനൊരു ഡയഗ്രമാറ്റിക്കലായിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് DD എന്ന ഡിമാൻഡ് കർവിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിനെ കൂട്ടിച്ചേർത്താണ് DD എന്ന് പറയുന്ന ഡിമാൻഡ് കർവ്. അപ്പൊ മാർക്കറ്റിൽ ടോട്ടൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയാണ്. എല്ലാ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനാലും മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, താങ്ക് യു.